എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. അഖിൽ സത്യൻ നിവിൻ പോളി മൂവി. ടൈറ്റിൽ ലുക്ക്, ഗ്ലിംസ്, ടീസർ, നെക്സ്റ്റ് ലുക്ക്, ഫസ്റ്റ് ഷോട്ട്, ഇതിലെന്താണ് വരാൻ പോകുന്നത്? ഇന്നലെ അവർ കൊടുത്തിരുന്ന നിവിൻ പോളീസ് നെക്സ്റ്റ് ലുക്ക് കേട്ടോ. അതെ, എന്താണ് ആ ലുക്ക്? എന്തായിരിക്കും ആ ലുക്ക്? പ്രേതം ഇനി ആളാണോ? പറയാൻ പറ്റൂല അല്ലേ? അല്ല, ഇപ്പത്തെ കാലം കൊണ്ട് പറയാൻ പറ്റൂല. നെക്സ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോഴേ ആളിതുവരെ ഗോസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗോസ്റ്റ് ആയിട്ട് ഏതോ ഒരു പടത്തിലില്ലേ? പ്രേതമായിട്ട് ഇതിലൊന്ന് പ്രേതം എന്നല്ല, ഒരു ഇന്ദ്രജിത്തിന്റെ ഒരു പടത്തില്, ഇന്ദ്രജിത്തും നിവിൻ പോളിയുള്ള ഒരു സിനിമ. അതിന്റെ പേര് ഞാൻ മറന്നുപോയടാ. രണ്ടുപേരും എന്നിട്ട് ട്രിപ്പ് പോണതൊക്കെ, ഇന്ദ്രജിത്ത് ആളെ അന്വേഷിച്ചു പോകുന്നതൊക്കെ. ഷേടാ, ഞാൻ സിനിമേന്റെ പേര് മറന്നുപോയല്ലോ. കുറച്ച് പഴയടാ, ഒക്കെ വന്ന ആ സമയത്തൊക്കെ ഉള്ള സിനിമ. അതിലൊരു അങ്ങനത്തെ ഒരു സംഭവം. അത് കമന്റ് ബോക്സിൽ വരും ഏതാ പാടാന്നുള്ളത്. സത്യം. അതിനകത്ത് ഒരു അതിന്റെ കഥ കൂടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണ് ഈ നെക്സ്റ്റ് ലുക്ക്? അതാണ് അറിയേണ്ടത്. കാണാം, നോക്കാം. 7 മണിയാവട്ടെ. 7 മണിയാകുമ്പോ അറിയാലോ എന്തായാലും നെക്സ്റ്റ് ലുക്ക് എന്നുള്ളത്. എന്തായാലും നിവിൻസ് ബാക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് വിട്ടിട്ടുണ്ട്. ഈ ബാക്ക് കാണിച്ചിട്ടേ, ബാക്ക് അതായത് മലയാളി ഫ്രം ഇന്ത്യ ഇതിലൊക്കെ അങ്ങനെയായിരുന്നു, ബാക്ക് കാണിക്കുക എന്നുള്ളതായിരുന്നു. എന്തായാലും ആൾ തിരിച്ചെത്തിയെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ബാക്ക് കാണിക്കുന്നത്. പക്ഷെ ആ വീഡിയോയിൽ ബാക്ക് ആയിരുന്നു. അതെ, ഇത് തിരിച്ചെത്തി എന്നുള്ളതിനുള്ള ഒന്നാം തരം തെളിവാണല്ലോ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയില് പറഞ്ഞില്ലേ, ഇത്രയും സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു നടൻ വേറെ ഉണ്ടാവൂല മലയാളത്തില്. അതിന് മാത്രം സിനിമകളാണ് കമ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന ചിലപ്പോ ഇങ്ങനെയായിരിക്കാം, ഒരു സിനിമയിൽ ഒരു ഫേസ് കഴിഞ്ഞു അടുത്തതാണ് എന്നുള്ളതായിരിക്കാം. എന്താണെങ്കിലും ഇന്നലെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ അല്ലേ, ഇന്നലെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ അത് നമ്മൾ ഈ വയലിനെ കൊണ്ടുനടക്കുന്ന സാധനമല്ലേ, അതിൻ്റെ ഉള്ളില് ശംഖും മറ്റേ ഇതും അങ്ങനെ പല സാധനങ്ങൾ ഇതുണ്ടോ, പൂജക്കുള്ള ഈ മറ്റേ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആള് സ്പെഷ്യലായിട്ട് ബാധയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു പ്രത്യേക. ഇനി സ്വാമിയല്ലോ ആണോ? അങ്ങനെ അതിന് ആളാണോന്ന് അറിഞ്ഞൂടാ. അത് ശരിയാ, പൂജയൊക്കെ നടത്തുന്ന ഒരാള്. എന്തായാലും ന്യൂ ജനറേഷൻ പൂജാരിയാണ്. അതാണ് ഫുള്ള് ഇങ്ങനത്തെ ഇത് ആ ഒരു രീതിയിലുള്ള സിനിമ തന്നെയായിരിക്കും. കോമഡിയും അങ്ങനെ എല്ലാം കൂടിയുള്ള സെറ്റപ്പിലായിരിക്കും വരുന്നത്. ഇതിന്റെ ആൾറെഡി അത് താൽക്കാലികമായിട്ടുള്ള പേര് ദ ഗോസ്റ്റ് സ്റ്റോറി എന്നായിരുന്നു. അതിന്റെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഖിൽ സത്യനാണ് സംവിധാനം. നിവിൻ പോളി, അജു വർഗീസ്, അൽത്താഫ്, പിന്നെ പ്രീതി മുകുന്ദൻ, പിന്നെ കപ്പിലെ നായിക ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ആളും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇതിലെ മുഖ്യ ആകർഷണം. എന്തായാലും പിന്നെ അഖിൽ സത്യനല്ലേ, വെറൈറ്റി ആയിരിക്കും സാധനം വന്നിട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണല്ലോ, അറിഞ്ഞ സംഭവം തന്നെയാണല്ലോ. സർവം മായ. യെസ്, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറയാൻ കാരണം, അല്ലെങ്കിലേ അത് നിങ്ങളിത് കണ്ടിട്ടാന്ന് പറയും, അതുകൊണ്ടാണ് നേരത്തെ അത് പറഞ്ഞിട്ടത്. ഇത് 7 മണിക്ക് വന്നിട്ട് നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് 8 മണിന്റെ സമയത്താണ്. അപ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നിങ്ങളെല്ലാം പറയുന്നത് ഇത് ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതുള്ള കാര്യം പറയണേ. ഇത് എഡിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഇത് ഔട്ടിറക്കാൻ വെക്കണം. ഔട്ടിറങ്ങി പുറത്ത് വരണമെങ്കിൽ ഒരു 40 മിനിറ്റ് എന്തായാലും പോകും ഔട്ടിറങ്ങണമെങ്കിൽ. അതിനുശേഷം ഇത് അപ്ലോഡ് ചെയ്യണം. വൈഫൈക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ഫാസ്റ്റ് കണക്ക് തന്നെ. ചെയ്യണം. തമ്പനയിലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സാധാരണ ഞങ്ങൾ പെട്ടെന്ന് ഇടണമെന്ന് വിചാരിക്കുന്നതൊക്കെ 1.5 മണിക്കൂർ വൈകിയേ പോവാറുള്ളൂ. സ്ഥിരം സംഭവിക്കാറുള്ള അതാണ്. ഏറ്റവും പണി കിട്ടിയിട്ടുള്ളത് 80 ടീസർ റിയാക്ഷൻ. അതെ, 10 മിനിറ്റ് കൊണ്ട് പരിപാടി തീർക്കണം എന്ന് പറഞ്ഞിട്ടേ എന്തൊക്കെ സെറ്റപ്പ് സജ്ജീകരണങ്ങൾ ചെയ്തു വെച്ചാന്നറിയോ, പണിയായി എല്ലാം ഊഫി. ഓക്കെ, എന്തായാലും നിവിൻ പോളി ഇൻ സർവം മായ. സ്വാമി തന്നെയാണോടാ? നെറ്റിയല് കുറെ ഇതൊക്കെ ഉണ്ടല്ലോ, പൂജാരിന്റെ ഒക്കെ പോലെ. റോക്കിന്റെ പുരികം പൊക്കലാണല്ലോ. റോക്ക് WWF ഇത് ഒറിജിനൽ പൊക്കിയൊന്നായിരിക്കില്ല, ഫോട്ടോ എടുത്തിട്ട് അത് പൊതിച്ച് വെച്ചായിരിക്കും. കണ്ണോക്ക് കണ്ണിങ്ങനെ ഞാൻ വെച്ചു കൊടുക്കും, എന്നിട്ട് ഇവിടെ നിന്ന് പുരുകം മാത്രം എടുത്തിട്ട് റെഡി. വർക്ക് ചെയ്യണേ കഴിയും, പക്ഷെ അതല്ല
ഇത് ഒറിജിനൽ ആയിരിക്കും. ലുക്കിൽ നിന്ന് വന്നതാണ്. അത് അങ്ങനത്തെ ഒരു സമയത്തെ അതെ ക്ലിക്ക് അടിച്ചതായിരിക്കും. ഓക്കെ, അപ്പോ പൂജ ചെയ്യാൻ എനിക്കിതിൻ്റെ ഒരു സംഗതി മനസ്സിലായി. അതായത് ഈ നിവിൻ പോളി ഇതില് അതായത് ഒരു കഥ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അൽത്താഫും നിവിൻ പോളിയും നമ്മളങ്ങനെ അന്ന് കരുതിയിരുന്നത്, അത് രണ്ട് സുഹൃത്തുക്കൾ അവർ യൂട്യൂബിൽ ഭയങ്കര വൈറലാവണമെന്ന് കരുതിയിട്ട് പ്രത്യേക കണ്ടന്റ് ഇടാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഗോസ്റ്റിനെ തേടി ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് ആ സുഹൃത്തുക്കളിൽ നിവിൻ പോളി ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ആ രണ്ട് സുഹൃത്തുക്കളപ്പോൾ അൽത്താഫും അജു വർഗീസുമാണ് ആയിരിക്കും. എന്നിട്ട് ആളിലേക്ക് എത്തുന്നു. അതായത് പല തരം പല സൈസിലുള്ള പ്രേതങ്ങളെ പിടിക്കുന്ന നിവിൻ പോളിയുടെ ക്യാരക്ടറിനെ കണ്ടുമുട്ടുന്നതും ആളുടെ കൂടെ സഞ്ചരിക്കുന്നതും എന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളും വീഡിയോസ് പുറത്തു വിടുന്നു. അതാണ് ഇവരുടെ ഉദ്ദേശം. സംഭവിക്കുന്നത് മറ്റു പല കാര്യങ്ങളായിരിക്കാം. അത് തന്നെയായിരിക്കും. അതാണ് സർവം മായ. എന്താണെങ്കിലും ഒരു ഗംഭീര സിനിമയാവട്ടെ. അപ്പോൾ നിവിൻ പോളി ഇതിൽ മായാണോ? എന്ത് നെക്സ്റ്റ് ലുക്ക് എന്ന് പറയണം, അതാണ് ഇവിടെ ചോദ്യം. ഇതൊന്നും ഈ ഒരു 2-3 കുറി ഉണ്ട് കരുതിയിട്ട് ഇപ്പൊ ഇതിലൊന്നും നെക്സ്റ്റ് ലുക്ക് ആവോ? വലിയ ലുക്കൊന്നും അല്ലത്. എനിക്ക് തോന്നുന്നു ഇവര് കഴിഞ്ഞൊരു ചെയ്തു വെച്ചൊരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമ കഴിഞ്ഞിട്ട് വേറൊരു ലുക്കിലേക്ക് വരുന്നു. അത്ര ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ ചിലപ്പോ. എന്താണെങ്കിലും എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമയിൽ ഏറ്റവും നല്ല മനോഹരമായ മുടിയുള്ള നടൻ അത് നിവിൻ പോളി തന്നെ. നല്ല രസം കാണാൻ. എന്തൊരു മുടിയാ. ഞാനതല്ല ആലോചിച്ചത്, ഇന്നലെ ഒരു വീഡിയോ ഇറക്കി. ഇന്ന് വീഡിയോ നമ്മൾ പ്രതീക്ഷിച്ചത് സത്യമായിട്ട് ഒരു വീഡിയോ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, അപ്പൊ തലക്കടി കിട്ടിയ പോലെ അവിടെയും അത് ഫുള്ളില്ല. അതെ, അതും പകുതിയുള്ളൂ. അതാണോ ന്യൂ ഫേസ്? അല്ല, നെക്സ്റ്റ് ഇത് പറഞ്ഞത് മുഖം കാണിക്കാത്തത്. ഇനി ഇതിപ്പോ വാട്സപ്പിൽ ഒരാളെ അയച്ചെന്നാണ്. ഇനിയിപ്പോ അവിടെ പോയോക്കട്ടെ എന്തെങ്കിലും. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. സ്റ്റോറി വിസ്മയ മോഹൻലാലിലേക്കൊക്കെ പോണേ, അത് കഴിഞ്ഞ വീഡിയോന്റെ എഫക്റ്റാ. ഓക്കെ, അത് തന്നെ എല്ലായിടത്തും അത് തന്നെ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ദ ഗോസ്റ്റ് നെക്സ്റ്റ് ഡോർ, സർവം മായ എന്ന നടി അല്ലേ? ആയിരിക്കും. രാജീവ് മേനോൻ, ഡോക്ടർ അജയകുമാർ. ക്രിസ്മസ് റിലീസാണോ? ക്രിസ്മസ് റിലീസ് ആയിട്ടാണ് വരുന്നത്. എന്താണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് റിലീസ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇതിപ്പോ ഒഫീഷ്യലി അവർ അതിന്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ക്രിസ്മസ് റിലീസ്. ഓക്കെ, തമിഴിൽ ഈ ഒരു പകുതി ഇത്രമാത്രം വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ വേറെ ഫോട്ടോ കൂടി നമുക്ക് വേറെ വെച്ച് കൊടുക്കാം. അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി കൊടുക്കേണ്ടി വരും. എന്താണെങ്കിലും നല്ല സിനിമയാവട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരു തിരിച്ചുവരവിന് ഇനി കാത്തിരിക്കുന്ന ഒരു മുതൽ കൂടിയാണ്. അഖിൽ സത്യന് വിശ്വസിക്കുക. തീർച്ചയായും, അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നല്ല സിനിമകളായിരിക്കും, അത് പ്രതീക്ഷയുണ്ട്. എന്തായാലും കാത്തിരിക്കാം. അപ്പം ഒരു അടിപൊളി സിനിമ ആവട്ടെ. അപ്പോൾ പോട്ടെ, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.